നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ക്യാമ്പസുകളിൽ ഇസ്രായേലിനെതിരെ സമരം കൊടുമ്പിരി കൊള്ളുകയാണ്. ഫലസ്തീൻ അനുകൂല സമരം എന്ന വിധത്തിൽ തുടങ്ങി ഒടുവിൽ ജൂതവിരുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ പശ്ചാത്തലത്തിൽ യുഎസിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പ്രതികരിച്ച പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി. ഇതാദ്യമായാണ് പ്രതിഷേധങ്ങൾ സംബന്ധിച്ച യുഎസ് പ്രസിഡന്റ് പ്രതികരണം നടത്തുന്നത്. അമേരിക്കൻ പൗരന്മാർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, എന്നാൽ ആക്രമണം അഴിച്ചുവിടാൻ അധികാരമില്ല എന്ന് ബൈഡൻ പറയുന്നു. വൈറ്റ് ഹൌസിൽ സംസാരിക്കുമ്പോഴാണ് ബൈഡന്റെ പ്രതികരണം. സമാധാനപരമായ പ്രതിഷേധം ജനാധിപത്യത്തിന് ആവശ്യമാണ്, എന്നാൽ ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ബൈഡൻ പറഞ്ഞു. സ്വത്തുക്കൾ നശിപ്പിക്കുന്നത് സമാധാനപരമായ ഒരു പ്രതിഷേധമല്ല, അത് നിയമത്തിന് എതിരാണ്. വസ്തുക്കൾ നശിപ്പിക്കൽ, അതിക്രമിച്ചു കയറൽ, ക്ലാസുകൾ തടസ്സപ്പെടുത്തൽ ഇതൊന്നും സമാധാനപരമായ പ്രതിഷേധമല്ല എന്നും ബൈഡൻ പറഞ്ഞു. വിമർശകരെ നിശബ്ദരാക്കുന്ന ഏകാധിപത്യ രാജ്യമല്ല യുഎസ്, പക്ഷേ നിയമവ്യവസ്ഥ പാലിക്കപ്പെടണം. യോജിപ്പിക്കൽ ജനാധിപത്യത്തിൽ വേണം, പക്ഷേ അത് കാരണം മറ്റ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുത് എന്നും ബൈഡൻ പറഞ്ഞു. പ്രതിഷേധങ്ങൾ യുഎസിന്റെ മിഡിൽ ഈസ്റ്റ് നയത്തെ സ്വാധീനിക്കില്ല എന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. അതേസമയം ക്യാമ്പസ് പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഇസ്രായേൽ നയങ്ങൾ മാറ്റമുണ്ടാവില്ല എന്നും ജോ ബൈഡൻ വ്യക്തമാക്കി. ഇന്നലെ അമേരിക്കൻ സർവകലാശാലകളിൽ ഫലസ്തീൻ അനുകൂല സമരത്തെ തുടർന്ന് സംഘർഷം ഉണ്ടായിരുന്നു. സംഘർഷത്തെ തുടർന്ന് 400ഓളം സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊളംബിയ സർവകലാശാലയിൽ ഈ സെമസ്റ്റർ പരീക്ഷകൾ റിപ്പോർട്ട് അടിസ്ഥാനത്തിലേക്ക് മാറ്റി. ന്യൂയോർക്കിലെ ഫോർഡം യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പസിൽ സമരക്കാർ തമ്പടിച്ചിരിക്കുകയാണ്. പല സർവകലാശാലകളിലും ഈ സംഘർഷാവസ്ഥ തുടരുകയാണ്. UCLA, വിസ്കോൺസിൻ എന്നീ സർവകലാശാലയിൽ പോലീസുമായി സമരക്കാർ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. യുദ്ധത്തിന് എല്ലാവിധ രഹസ്യ പരസ്യ പിന്തുണകളും അമേരിക്ക അവസാനിപ്പിക്കണം എന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇസ്രയേലുമായി വ്യാപാര ബന്ധമുള്ള കമ്പനികളുമായി ഇടപാടുകൾ അവസാനിപ്പിക്കണമെന്നും ഇസ്രയേലിൽ നിന്ന് യൂണിവേഴ്സിറ്റികൾ സ്വീകരിക്കുന്ന ഫണ്ട് വിവരങ്ങൾ സുതാര്യമാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. പ്രസ്തുത നയനിലപാടുകളിൽ നിന്ന് പിന്മാറുന്നതുവരെ സമരം മുഖത്ത് സജീവമാകുമെന്നാണ് വിദ്യാർത്ഥികൾ അറിയിക്കുന്നത്. പകുതി വഴിയിൽ പിന്മാറാൻ തങ്ങൾ ഒരിക്കലും തയ്യാറല്ല എന്നുമാണ് വിദ്യാർത്ഥികളുടെ പക്ഷം.